ഹായ് ഫ്രണ്ട്സ്, ജെറി വ്ളോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ മലേഷ്യയിൽ ഒരു മാർക്കറ്റ്, ചെറിയൊരു മാർക്കറ്റിലോട്ടാണ് വന്നിരിക്കുന്നത്. അവിടെയൊക്കെ ഒരുപാട് പൂച്ചകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ മാർക്കറ്റിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ചെറിയൊരു പൂച്ചക്കുട്ടൻ. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ഇവിടുത്തെ മീറ്റ്. ഇവിടെ എല്ലാ കടകളാണ്. ഇപ്പോൾ ഇന്ന് ഞങ്ങളെത്തിയതൊരു രാത്രിയായി, ഒരു 10 മണി അടുപ്പിച്ചായി. അതുകൊണ്ട് കടകളൊക്കെ ഒരുപാട് ക്ലോസ് ആയിട്ടുണ്ട്. അങ്ങോട്ടൊക്കെ എന്ന് പറയുമ്പോൾ മീനും ഇറച്ചി, മീൻ, ആ വക സംഭവങ്ങളാണ്. അങ്ങോട്ട് പോയിട്ടുള്ള കാഴ്ചകൾ കാണാം. എല്ലാം ഇറച്ചിയാണ്. വാ കുട്ടി. ഓക്കെ മീനാണ്. Okay, Vasco. Okay. Okay. ഈ മീൻ മാർക്കറ്റിലെന്ന് പറയുമ്പോൾ നമ്മൾ സ്ഥിരം വന്ന് ഇവിടെ എല്ലാവരും നമ്മളെ കമ്പനിയാണ്. ഇവിടുത്തെ കച്ചവടക്കാരൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളെ കമ്പനിയാണ്. ഇത് കണ്ടോ, കണവ, കൊഞ്ച്, ഞണ്ട്. പിന്നെ അങ്ങോട്ടെല്ലാം മീനുകളാണ്. നമുക്കിനി അങ്ങോട്ട് പോയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. സ്റ്റാവൊക്കെ കണ്ടായിരിക്കണത്. ചൂരയ്ക്കൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ കിലോയ്ക്ക് 12 റിംഗിറ്റ്. 12 റിംഗിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിൽ എത്ര? 200, 250-നകത്ത്. 1 കിലോ 250-നകത്ത് വരും. ഇവിടെ പിന്നെ മീനും കാര്യങ്ങളൊക്കെ നല്ല വില കുറവാണ്. പിന്നെ ഈ കൊഞ്ചിനും ഞണ്ടിനൊക്കെയാണ് വില കൂടുതൽ. ഇത് കണ്ടില്ലേ, 32 റിംഗിറ്റ് 1 കിലോ. ഓക്കെ. അങ്ങോട്ടൊക്കെ മീനുകളാണ്. പിന്നെ ഇതൊക്കെ എന്ന് പറയുമ്പോൾ മലക്കറി സെക്ഷനാണ്. പയ്യന്മാരെല്ലാം എന്താ വിട്ട് നോക്കുകയാണ്. കാരണം ഇത്രയും നാൾ ചുമ്മാ വന്ന് മീനും വാങ്ങിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നവേ അതാ ക്യാമറയായിട്ട് നടക്കുകയാണല്ലേ എന്നുള്ള രീതിയിൽ. അങ്ങോട്ടൊക്കെ എന്ന് പറയുമ്പോൾ നല്ല മലക്കറിയും കാര്യങ്ങളും
അങ്ങോട്ടൊക്കെ ആ സൈഡിലോട്ടൊക്കെ കടകളുണ്ട്. അങ്ങോട്ടൊക്കെ ഒന്ന് കറങ്ങാൻ ടൈമില്ല, അതും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും വല്ലാത്ത നോട്ടം പിള്ളേരൊക്കെ. ഓക്കെ, അവർ നോക്കുകയാണ് ഇതെന്താ ഇത്രയും നാളില്ലാതെ ഇവൻ ക്യാമറയും കൊണ്ട് നടക്കുകയാണല്ലേ. ഇത് തപ്പയാള. ഞങ്ങൾ മീൻ വാങ്ങിക്കാൻ ഇറങ്ങിയാണ്. നല്ല മീൻ നോക്കാൻ ക്യാമറയിലായതുകൊണ്ട് മീൻ വാങ്ങിക്കാൻ നമ്മളെ മീൻ വാങ്ങിപ്പോൾ നടന്നില്ല. Lima belas ah. Apa ya sebelum oke? Sebelum oke. Bagi 3 belas lah. 3 belas lah. Ah boleh. 3 belas kali sini. Oke? Oke, boleh. 13 വെള്ളിക്ക് ഞാൻ കുറച്ച് മീൻ മേടിച്ച് ഇവിടെ തന്നെ അവന്മാർ തന്നെ വെട്ടി അത് ക്ലീൻ ചെയ്ത് തരും. ഇതാണ് 13 വെള്ളിക്ക് ഞാൻ മേടിച്ച മീൻ. ഇവൻ്റെ പരിപാടി എവിടെ പോയാലും ഇവൻ തന്നെ കാശ് കൊടുക്കണം. അതാണ് ഇവൻ്റെത്. ഇല്ലെങ്കിൽ അവിടെ കിടന്ന് കരച്ചില്ലാണ്, നമ്മളും എല്ലാം കൊടുക്കാൻ നിന്ന്. ഇത് കറുത്ത ചൂരയാണ്. ഇതിന്റെ വില 15 റിംഗിറ്റ്, 14 റിംഗിറ്റ് കിലോ. ഇവിടെ തേങ്ങ, കിഴങ്ങ്, ഈ വക സാധനങ്ങൾ, പിന്നെ കരിക്ക്, പിന്നെ പഴം. നമുക്ക് കുറച്ച് പഴം മേടിക്കണമായിരുന്നു, അതാണ് ഇങ്ങോട്ട് വന്നത്. ബില്ലി ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഈ കോർണർ സൈഡ് കടകളെന്ന് പറയുമ്പോൾ എല്ലാം ഫ്രൂട്ട്സിൻ്റെയാണ്. ബില്ലി തോ പിസാങ് തണ്ടു തടാകിയൻ. ഇത് ഇവിടെ ചക്കയിൽ ചെറിയ ചക്കയാണ്, അതായത് ഇത് ഇവിടെ പറയുന്ന ചെമ്പട്ട എന്നാണ്. അതായത് ചക്കയല്ല, ചക്കയാണെങ്കിലും ഇത് വന്നിട്ട് ചെറുത്. ഇത് ഇത്രേ വലിപ്പം വയ്ക്കാത്തുള്ളൂ. ഇത് നമ്മൾ വാങ്ങിച്ചായിരുന്നു.
ഇത് നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ കണ്ട കടയാണ്. സുഡ ബില്ലില്ല, സുഡ ബില്ലി ഹരി നീക്കാൻ സുഡ ബില്ലി നെക്സ്റ്റ് ടൈം. അതെ, ഇതാണ് നമ്മൾ ഇറച്ചി മേടിക്കുന്ന കട. ഇതൊക്കെ ജീവനുള്ള മീനുകളാണ് ഈ കിടക്കുന്നത്. അതായത് അവസാന തുടുപ്പുകളിൽ കിടക്കുകയാണ്. അതുപോലെ ഇതും എല്ലാം ജീവനോടെ കൊണ്ടിടുന്നതാണ്. പക്ഷെ ഇതൊക്കെ ഇപ്പം ചത്തുപോയി. നമ്മുടെ നാട്ടിലെ മൊത്തോലി, കൊഞ്ചുപൊടി, ഇവിടെ കോഴി. ചുട്ട കോഴി, കരിക്ക് വന്നിറങ്ങണ സംഭവം. ഇത് നമ്മൾ നേരത്തെ പഴം മേടിച്ചതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. ഈ സൈഡ് ഞാൻ പറഞ്ഞില്ലേ, രണ്ട് സൈഡും ഫ്രൂട്ട് സൈഡാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പൂട്ടി കടയൊക്കെ അവർ പൂട്ടുന്നത് എങ്ങനെയാണ്. ഇവിടെ ഷട്ടറൊന്നുമില്ല, ജസ്റ്റ് കവർ ചെയ്തിട്ടിട്ട് അങ്ങ് പോകും. അപ്പോൾ ഞാൻ ഈ സൈഡിലോട്ട് വന്ന കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു സംഭവം, വേറൊരു സംഭവം കാണിച്ചു തരാനാണ്. ഇതായിരിക്കുന്ന ബോക്സുകൾ കണ്ട, ഇരിക്കുന്ന ബോക്സിൻ്റെ അകത്തെല്ലാം മുഷിയാണ്. മുഷിയും ഫിലോപ്പിയ എല്ലാം ജീവനോടെയാണ്. കണ്ട, എല്ലാ ബോക്സിലും എല്ലാം ജീവനോടെ ഇരിക്കുകയാണ്. ചില സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തറയിലൊക്കെ നിലത്തൊക്കെ കിടന്ന് ഇഴയണയാണ്. വലുതാണ് കേട്ടോ ഇതൊക്കെ. ഇതിൽ ഒന്ന് ചത്ത് കിടക്കുകയാണ് സംഭവം. വലിയ മുഷി. കണ്ടില്ലേ, പറയാം തിലോപ്പിയ. ഇത് ഫുള്ള് തിലോപ്പിയാണ്. ഇത് ജീവനോടെ എടുത്ത് വച്ചേക്കുന്ന കാണിച്ചു തരാം. ഇതെല്ലാം ജീവനുണ്ട്, ചാവാറായി, അതായത് ചാവാറായി ജീവനുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ
മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബേബി വൺ മോർ. എല്ലാം വലിയ മീനുകളാണ്.